ജെഫ്രി എപ്സ്റ്റൈൻ രേഖകൾ പുറത്തുവിടുന്നതിനുള്ള ബിൽ യുഎസ് പ്രതിനിധി സഭയും സെനറ്റും പാസാക്കി. ഒന്നിനെതിരെ 427 വോട്ടുകൾക്കാണ് പ്രമേയം പ്രതിനിധി സഭയിൽ പാസായത്. യുഎസ് സെനറ്റ് ഐകകണ്ഠ്യേന ബിൽ അംഗീകരിച്ചു. ജെഫ്രി എപ്സ്റ്റൈൻ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിലെ അന്വേഷണ രേഖകളാണ് എപ്സ്റ്റൈൻ ഫയൽസ്. 24,000-ഓളം പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ചിലയിടങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെ പരാമർശിക്കുന്നുവെന്നാണ് ആരോപണമുയർന്നിരുന്നത്. എന്നാൽ ട്രംപ് ഇക്കാര്യം നിഷേധിച്ചിരുന്നു. എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടുന്നതിനെ അനുകൂലമായി വോട്ട് ചെയ്യാൻ റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ട്രംപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലെ പാർലമെന്റിന്റെ ഇരുസഭകളിലും എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് ബില്ല് പാസ്സായത്. Has now passed the Epstein bill as soon as it comes over. On this vote, the yeas are 427, the nays are 1. 2/3 being in the affirmative, the rules are suspended, the bill is passed, and without objection, the motion to reconsider is laid on the table. പ്രസിഡന്റ് ട്രംപ് ഒപ്പുവയ്ക്കുന്നതോടെ ഇത് നിയമമാകും. ജെഫ്രി എപ്സ്റ്റൈൻ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിലെ അന്വേഷണ രേഖകളാണ് എപ്സ്റ്റൈൻ ഫയൽസ്. എപ്സ്റ്റൈനുമായി തനിക്ക് ബന്ധങ്ങളൊന്നുമില്ലെന്നും ട്രംപ് വിശദീകരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.